ഇന്ന് എടുക്കാൻ പോകുന്നത് കേരളത്തിലെ കാലാവസ്ഥ, വിസ്തീർണം, തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങള്, ധാതുക്കളും മണ്ണിനും 10th ലെവൽ പ്രിലിംസിലുള്ള ഒരു ഭാഗമാണ് സിലബസിന്റെ. ഓക്കെ, നമ്മൾ പോകാം. ആദ്യം ഫസ്റ്റ് ഒരു ചോദ്യത്തിലാണ് തുടങ്ങുന്നത്. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യണം. ആദ്യത്തെ ചോദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിരം ഏതാണ്? പൂർവഘട്ടം, സത്പുര, പശ്ചിമഘട്ടം, ആനമുടി. കേരളത്തിലെ ഇപ്പം നമ്മുടെ കേരളം ഇത് ഇന്ത്യ അല്ലെ, ഇന്ത്യയിലെ ഭാഗം അല്ലെ, ഇന്ത്യയുടെ ഭാഗം ഇങ്ങനെ ഏകദേശം ഇത് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ഇവിടെയാണ് കേരളം വരുന്നത് അല്ലെ, ഇവിടെയാണ് കേരളം വരുന്നത്. അപ്പൊ കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര, നമ്മുടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗം ഇവിടെ, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് തെക്ക്, ഇത് വടക്ക് അല്ലെ, ഇത് വടക്ക്, ഇത് കിഴക്കാണ്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്. ഇത് കുറെ പ്രാവശ്യം PSC ചോദിച്ചതാണ് ഈ ചോദ്യം, പടിഞ്ഞാറ്. അപ്പം ഇവിടെ ചോദ്യം എന്താ? കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? ആൻസർ പശ്ചിമഘട്ടമാണ്. ഏതാ? പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാട്സ്. ഈ ഭാഗം എവിടെയാണ്? ഈ ഭാഗത്താണ്. ഈ ഭാഗം ശരിക്കും പശ്ചിമഘട്ടം എവിടെന്നാ? ഗുജറാത്ത് നിന്ന് കന്യാകുമാരി വരെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ കിഴക്കൻ ഭാഗത്ത്, കേരളത്തിന്റെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാട്സ്. അപ്പം കേരളത്തില് ഒരു ചോദ്യം PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. കേരളത്തില് പശ്ചിമഘട്ടത്തിന്റെ ഉയരം എത്രയാണ്? ഏകദേശം ആവറേജ് ഉയരം എത്ര പറയാൻ പറ്റുമോ? 900 ആണ്. ഓക്കെ, 900. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിന് പോവാം. ഇവിടെ ഈ ആനമുടിയൊക്കെ വരുന്നുണ്ട്, അപ്പം അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര പശ്ചിമഘട്ടം. ആൻസർ ഈ ചോദ്യം ശരിക്ക് SCRT ബുക്കിലെ ഈ സ്ക്രീൻഷോട്ടാണിത്. ഇവിടെ കണ്ടോ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടം. ഈ പോയിന്റ് ആണ് PSC എടുത്തിരിക്കുന്നത്. SCRT കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലും ഇടയിൽ. അറബിക്കടൽ ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് അറബിക്കടലാണ്. നമ്മുടെ ഇങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തവിടെ അറബിക്കടൽ, കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അറബിക്കടൽ. ചോദിച്ചിട്ടുണ്ട് കേട്ടാ, ഇത് ചോദിച്ചിട്ടുണ്ട്, PYQ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെയും പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, ഈ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് എന്താ സ്ഥിതി ചെയ്യുന്നത്? പറയാമോ? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ ഈ ഭാഗത്ത്. ഓക്കെ, ഇത് ഇന്ത്യയാണ്. ഇത് കേരളത്തിന്റെ ആണെങ്കിൽ ഈ ഭാഗത്ത് വരുന്നത് പശ്ചിമഘട്ടം. ഈ ഭാഗം പശ്ചിമഘട്ടം, ഇതാണ് അറബിക്കടൽ. ഇവിടെ കണ്ടോ, ഇവിടെ കർണാടകയാണ്. ഈ ഭാഗത്ത് കർണാടക, ഇവിടെ തമിഴ്നാട്. ഇതേത് ഭാഗമാണ്? വടക്ക് കിഴക്ക്. ശരിക്കും PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്, കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏതാ? കർണാടകമാണ്. ഏതാണ്? കർണാടക വടക്ക് ഭാഗത്ത്. ഇവിടെ ഈ ഭാഗത്ത് കിഴക്ക്, ഈ ഭാഗത്ത് തമിഴ്നാടാണ്. ഇതേത് ഭാഗമാണ്? പറയാമോ? ഇതേത്? തെക്ക് കിഴക്ക്. ഇവിടെ ഈ ഭാഗത്ത് തെക്കാന്നുണ്ടല്ലോ, തെക്ക് കിഴക്ക്. നെക്സ്റ്റ് ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു
ഇത് സെയിം SCERT നിന്ന് എടുത്താണ്. SCERT ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ഒരു ജോഗ്രഫി കേരളത്തിന്റെ ഇതാണ് ഏതാ തീരപ്രദേശം ഇടനാട് മലനാട്. ഇത് SCERT നിന്ന് എടുത്തതാണ്. നമ്മുടെ സ്കൂൾ ബുക്ക് SCERT തീരപ്രദേശം കേരളത്തിന് ഈ കേരളത്തെ ഭൂപ്രദേശത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? തീരപ്രദേശം, ഇടനാട്, മലനാട്. അത് ഭാഗം നമ്മൾ പഠിക്കണം. തീരപ്രദേശം, ഇടനാട്, മലനാട്. ഒരു പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്, അത് വരുന്നുണ്ട് ആ ചോദ്യം, അപ്പം നമ്മൾ പറയാം. അപ്പം ഇത് പഠിക്കേണ്ട എത്ര? കേരളത്തിന്റെ തീരപ്രദേശം 7.5 മീറ്റർ താഴെ, നമ്മുടെ സമുദ്ര അതിർത്തിയിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഏതാ? തീരപ്രദേശം. ഏറ്റവും കുറവ് ഈ ഭാഗമാണ്. ഈ ഭാഗമാണ് ഈ മഞ്ഞ കളറിലുള്ള ഈ ഭാഗമാണ് കേരളത്തിലെ തീരപ്രദേശം. എത്രയാ? 7.5 മീറ്റർ വരെ. അപ്പം ഇടനാടാണ് ഈ ഭാഗം. പച്ച കളറിലുള്ള ഈ ഭാഗമാണ് ഇടനാട്. എത്രയാ? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. 75 മീറ്റർ വരെയാണ്. 75 മീറ്റർ വരെ. അപ്പൊ മലനാട് നമ്മുടെ പശ്ചിമഘട്ടം, ഈ മലനാട് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ഈ ഭാഗം. ഇതാണ് 75 മീറ്ററിന് മുകളിൽ. 75 മീറ്ററിന് മുകളിൽ. എന്തെങ്കിലും ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, മലനാടാണ് 75 മീറ്ററിന് മുകളിൽ. ഇടനാടിൽ കൂടുതലും കൃഷി ചെയ്യുന്നത് റബ്ബർ കൃഷിയാണ്. ഓക്കെ, ഇടനാടിൽ. തീരപ്രദേശത്തിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? തീരപ്രദേശത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിക്കൂ, എവിടെ? തീരപ്രദേശം എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഉള്ള ആ സ്ഥലത്ത് തീരപ്രദേശം. എന്താ കൂടുതൽ കൃഷി ചെയ്യുന്നത്? ഏതായിരിക്കും? നെൽകൃഷി, തെങ്ങ് അതൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേരളത്തിന്റെ അതിർത്തി ഏതാ? കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ, PYQ ആണ്. ഓക്കെ, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ അല്ലെങ്കിൽ ലക്ഷദ്വീപ് കടൽ അല്ലെങ്കിൽ അറബിക്കടൽ. വടക്ക് കിഴക്ക്, ഈ കിഴക്കെന്ന് വേണ്ടട്ടാ, വടക്ക് നിരിക്കട്ടെ. PSC ചോദിച്ചത് നിങ്ങളാണ്. കേരളത്തിലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഇവിടെ ഉണ്ടല്ലോ വടക്ക് ഭാഗം, കർണാടക. ഇതേതാ? വടക്ക് ഭാഗം കർണാടക. ഇവിടെ ഇത് തെക്ക്. ഇതാണ് കിഴക്ക്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് തെറ്റ് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് കൂടുതൽ തെറ്റ് ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, വടക്ക് ഭാഗത്ത് കർണാടക കേരളത്തിന്റെ, പിന്നെ ഈ തെക്ക് കിഴക്ക് ഭാഗത്താണ് തമിഴ്നാട്. ഓക്കെ, കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 900 മീറ്റർ. എത്രയാ? 900 മീറ്റർ. ഓക്കെ, ഇത് LDC മലപ്പുറം 2003 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം എത്രയാണ്? പശ്ചിമഘട്ടത്തിൽ മൊത്തം എത്ര സംസ്ഥാനങ്ങൾ കടന്നു പോകുന്നു? പറയാമോ? പശ്ചിമഘട്ടത്തിൽ എത്ര സംസ്ഥാനങ്ങൾ കടന്നു പോകുന്നു? സംസ്ഥാനങ്ങൾ എത്രയാണ്? നിങ്ങൾ ജസ്റ്റ് കൗണ്ട് ചെയ്യാം. മുകളിൽ ആദ്യം ഇവിടെ ഗുജറാത്ത്, ആദ്യം മുകളിൽ നമ്മുടെ ഈ ഇന്ത്യ ഇങ്ങനെ വരച്ചാല്, ഓക്കെ, ഏകദേശം ഇങ്ങനെയാണെങ്കിൽ ആദ്യം ഇവിടെ ഗുജറാത്ത് വരും അല്ലെ? ആ ഗുജറാത്ത് നിന്നാണ് പശ്ചിമഘട്ടം തുടങ്ങുന്നത്. ഗുജറാത്ത്. രണ്ടാമത്തെ ഇവിടെ മഹാരാഷ്ട്ര, പിന്നെ ഇവിടെ ഒരു ഗോവ അല്ലെ? പിന്നെ ഇവിടെ കർണാടക, പിന്നെ ഇവിടെ തന്നെ തമിഴ്നാടുണ്ട് അല്ലെ? പിന്നെ ഇവിടെയാണ് കേരളം. മൊത്തം എത്രയായി? 1, 2, 3, 4, 5, 6. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് 6 സംസ്ഥാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ യുനെസ്കോ 20, നമ്മുടെ മെയിൻ ആയിട്ട് ഇതില് 20 ഹെറിറ്റേജ് സൈറ്റ്സ് ഉണ്ട്. 20 യുനെസ്കോ അംഗീകരിച്ച 20 സൈറ്റ്സ് നമ്മുടെ കേരളത്തിനുള്ളത്. 20 സൈറ്റ്സും കേരളത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പോകാം. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം പറയാമോ?
കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാ? കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം. നിങ്ങൾക്ക് ഒരു കോഡ് ഉണ്ട്, ആ കോഡ് നിങ്ങൾ മറക്കാൻ പാടില്ല. ഞാൻ ഒന്ന് പറയാം. ജസ്റ്റ് ഒരു കോഡ്, സിമ്പിൾ കോഡാണ്. 10 കൊട്ട പാല് വായിൽ ഇട്ടു. 10 കൊട്ട പാല് വായിൽ ഇട്ടു. 10 കൊട്ട പാല് വായിൽ ഇട്ടു. 10 പത്തനംതിട്ടം. 10 കൊട്ട കോട്ടയം. 10 കൊട്ട പാല് പാലക്കാട്. വായിൽ വയനാട്. ഇട്ടു ഇടുക്കി. ഓക്കെ അല്ലേ? കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. ഇത് ഈ 5 ജില്ലകൾ കടൽ തീരമില്ലാത്ത ജില്ലകളാണ്. ഈ 5 ജില്ലകൾ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ ഒരു കോഡാണ് 10 കൊട്ട പാല് വായിൽ ഇട്ടു. 10 കൊട്ട പാൽ വായിൽ ഇട്ടു. 10 പത്തനംതിട്ടം, കൊട്ട കോട്ടയം, വായിൽ വയനാട്, ഇട്ടു ഇടുക്കി. ഓക്കെ. 13 എന്താ? 9 ആണ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ 9 ആണ്. 9. ഓക്കെ, 9ആണ്. അതുപോലെ തന്നെ ഇന്ത്യയില് 9 സംസ്ഥാനങ്ങൾ കടൽ തീരം ഉണ്ട്. 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്. 9 സംസ്ഥാനങ്ങൾക്ക്. അതുപോലെ തന്നെ കേരളത്തിൽ 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. ഓക്കെ, കേരളത്തിൽ 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്. അതിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാ? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. ഏറ്റവും കുറവ് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലയാണ് കൊല്ലം. ഏതാ? കൊല്ലമാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല. കൊല്ലം ജില്ല. ഏറ്റവും കൂടുതലാണ് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിൽ പോകാം. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഇത് ലാസ്റ്റ് ഗ്രേഡ് 2018 ചോദിച്ചു, എക്സ് സർവീസ്. പിന്നെ ലാസ്റ്റ് ഗ്രേഡ് ട്രിവാൻഡ്രം 2007 ചോദിച്ചു. നമുക്ക് ഈ ലാസ്റ്റ് ഗ്രേഡ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യം ഉറപ്പിക്കണം, എന്താ പറയുക, പ്രിലിംസ്, LDC പ്രിലിംസ്, 10ാം ക്ലാസ് വരെയുള്ള പ്രിലിംസ് LDCയിലെ വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യങ്ങൾ. LGS ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം ഈ ചോദ്യം, കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഏതാ? കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഞാൻ ഈ പടം കാണിച്ചായിരുന്നല്ലോ, അതിലൊന്നും നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താം. ഏതാ? തമിഴ്നാട്. യെസ്, തമിഴ്നാടാണ് ആൻസർ. തമിഴ്നാടാണ്. നമ്മൾ ഏകദേശം ഇവിടുന്ന് തുടങ്ങുന്നില്ലേ? ഇവിടുന്ന് ഇങ്ങനെ ഈ ഭാഗം തുടങ്ങുന്നു. കർണാടക ഇത്രേ ഉള്ളൂ അല്ലേ? വയനാട് വരെ. ഓക്കെ, കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. റൈറ്റ് ആൻസർ തമിഴ്നാടാണ്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ തമിഴ്നാടാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ ചില ചോദ്യങ്ങൾ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇത് സെക്യൂരിറ്റി ഗാർഡ് 2018 ചോദിച്ചു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2017 ചോദിച്ചു. അതുകൂടാതെ കുറെ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണിത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എല്ലാത്തിനും ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ. ഏതാ ആൻസർ? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പിന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആൻസർ
ആനമുടി. ആനമുടി. റൈറ്റ് ആൻസർ. റൈറ്റ്. ശരിയാണ്, ആനമുടിയാണ്. ആനമുടി. ഓക്കെ, ഇത് കുറെ പ്രാവശ്യം, ഇത് ഒരിക്കലും മറക്കാൻ പാടില്ല. ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഒരിക്കലും നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഉയരം, ഈ ആനമുടിയുടെ ഉയരം എത്രയാണ്? എത്ര മീറ്റർ ആണ്? ഇതിപ്പോ 2018 ചോദിച്ചു, റിപ്പോർട്ടർ ഗ്രേഡ് 2018 ചോദിച്ചു, അത് കൂടാതെ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ആനമുടിയുടെ ഉയരം? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ്. അപ്പം മറ്റൊരു ചോദ്യം, ഗാർഡനർ 2018 ചോദിച്ച ഒരു ചോദ്യമാണ്. ആനമുടി കൊടുമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഈസിയാണ്. ഏതാ? ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ്, പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ആനമുടി. ഇത് WPC വുമൻ പോലീസ് കോൺസ്റ്റബിൾ NCA 2018 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ദേവികുളം താലൂക്കാണ്. എവിടെയാണ്, ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ആനമുടി? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാർ പഞ്ചായത്തില്, അതുകൂടി ചോദിച്ചിട്ടുണ്ട്. PSC ചോദിച്ച ചോദ്യമാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്ത്, താലൂക്ക് ദേവികുളം താലൂക്ക്. ഇത് ഈ സ്ലൈഡിലുള്ള എല്ലാ കാര്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, സമുദ്രനിരപ്പിൽ നിന്ന്, ഇത് നമ്മളിപ്പോ ജസ്റ്റ് ഡിസ്കസ് ചെയ്തോളൂ. ഒന്നുകൂടി SCRT ഫാക്ട് ആണ്. നമ്മളിപ്പോ ജസ്റ്റ് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. ഇത് 10% ഉള്ളൂ കേട്ടോ ഏകദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഇടനാട്. പിന്നെ 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഇതിനൊരു ചോദ്യം, ഈ 3 ഇതില് ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് മലനാട് പ്രദേശം. നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഭാഗമായ മലനാട് പ്രദേശമാണ് ഏറ്റവും കൂടുതലുള്ള ഭൂപ്രകൃതി. ഓക്കെ. പിന്നെ കേരളത്തിലെ വിസ്തീർണം എത്രയാ? 38,863. അവിടെ ഉണ്ട് 38,863. ഇവിടെ നിങ്ങളൊരു ചോദ്യം, ഇന്ത്യയുടെ വിസ്തൃതി ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിസ്തീർണം ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? 2.42%. എത്രയാ? 2.42%. ഇന്ത്യയുടെ വിസ്തൃതി ലോക വിസ്തൃതിയുടെ 2.42%. അതുപോലെ തന്നെ കേരളത്തിലെ വിസ്തൃതി ഇന്ത്യൻ യൂണിയന്റെ 1.18%. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18. കുറവ് ഇതാണ്. ഇത് 2 ഓപ്ഷനിൽ ചോദിക്കും. PSC ചോദിക്കുമ്പോൾ ഇത് 2 ഇടും. ഏതെങ്കിലും ഒരു ചോദ്യം. ഒന്ന്, ഇന്ത്യൻ വിസ്തൃതി ലോക വിസ്തൃതിയുടെ എത്ര ശതമാനം എന്ന് പറഞ്ഞ് ആദ്യ ഓപ്ഷൻ 1.18 ഇടും. നേരെ തിരിച്ചായിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതാണല്ലോ എന്ന് കറുപ്പിക്കും. പക്ഷെ അത് തെറ്റായിരിക്കും. ഓക്കെ. ആൻസർ ഇന്ത്യ ആണെങ്കിൽ 2.42, കേരളമാണെങ്കിൽ 1.18. LDC കണ്ണൂർ 2011 ചോദ്യമാണിത്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, നെക്സ്റ്റ് സ്ലൈഡിൽ പോകാം. രണ്ടാമത്തെ ചോദ്യമാണ്, കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. LGSന്റെ ചോദ്യമാണ്. മറുപ്രദേശം, തീരപ്രദേശം, ഇടനാട്, മലനാട്. നമ്മൾ ഇപ്പം ഈ കാര്യം ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മറുപ്രദേശം, തീരപ്രദേശം, ഇടനാട്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ശരിയാണ്. ഓപ്ഷൻ എ മറുപ്രദേശമാണ്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തോളൂ ഏതൊക്കെ ഈ കേരളത്തിലെ ഭൂപ്രകൃതിയെ
വിഭജിച്ചിരുന്നത് ഇതാണ്. ഈ 3 ഭാഗമാണ്: തീരപ്രദേശം, ഇടനാട്, മലനാട്. ഈ 3 പ്രദേശം: തീരപ്രദേശം, ഇടനാട്, മലനാട്. മറുപ്രദേശം കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം അല്ല. ഓക്കെ. കേരളത്തിന്റെ കടൽ തീരത്തിന് നീളം. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം എത്രയാണ്? കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം PSC ചോദിക്കാറുണ്ട്. കേരളത്തിന്റെ തെക്ക് വടക്കും ദൂരം ചോദിക്കാറുണ്ട്. കേരളത്തിന്റെ കടൽ തീരത്തിന് നീളം. കേരളത്തിന്റെ കടൽ തീരം ഇങ്ങനെ കേരളം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏകദേശം ഇത് കേരളമാണെങ്കിൽ കേരളത്തിന്റെ ഇത് എക്സാക്ട്ലി ഇങ്ങനെ ഉണ്ടാവും അല്ലെ? സ്ട്രെയിറ്റ് അല്ല. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം ഇതാണ്. ഇത് കടൽ തീരം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം എത്രയാ? 580 കിലോമീറ്റർ ആണ്. എത്രയാണ്? 580 കിലോമീറ്റർ. അപ്പം കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരമാണ് എത്രയാ? കൂടുതലായിരിക്കും കുറവായിരിക്കും? കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം കുറവാണ്. എത്ര? വെറും 20 കിലോമീറ്റർ കുറവാണ്. എത്രയാ? കടൽ തീരം എന്ന് പറയുമ്പോ ഇങ്ങനെ ഈ ചുറ്റി കുറച്ച് കടൽ തീരം മാത്രം ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പം കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്റർ ഉള്ള ആനമുടിയാണ്. ഓക്കെ. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശ പുലിമല. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. മീശ പുലിമല ഇടുക്കി ജില്ലയിലാണ്. എത്രയാ? 2640. 2600 കിലോമീറ്റർ അല്ല കേട്ടാ, മീറ്റർ ആണ്. മീറ്റർ. 2640 മീറ്റർ. 2640 മീറ്റർ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്ക്. അഗസ്ത്യാവനം PSC ചോദിച്ചിട്ടുണ്ട് കുറെ പ്രാവശ്യം ഈ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാവനം. ഓക്കെ. ഈ ഭാഗം, ഈ അഗസ്ത്യാവനം യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡലത്തിൽ ചേർന്നത് 2014 2014. ഇതിന്റെ വിസ്തീർണം എത്രയാ? 1868 മീറ്റർ ആണ് കേട്ടാ, കിലോമീറ്റർ അല്ല. 1868 മീറ്റർ ആണ്. 1868 മീറ്റർ വെസ്റ്റേൺ ഘാട്ട്. അപ്പം പശ്ചിമഘട്ടം എന്നാണ്? പശ്ചിമഘട്ടം യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായി അംഗീകരിച്ചത് എന്നാണ്? 2012. 2012. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. ഓക്കെ. നമ്മുടെ പശ്ചിമഘട്ടം എന്നാണ് യുനെസ്കോ അംഗീകരിച്ചത്? 2012 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ തടയണം. എവിടെയാണ്? വെമ്പനാട്ട് കായലാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ തടയ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പേര് തോട്ടപ്പള്ളി സ്പിൽവേ. PSC 1954 54 55 രണ്ടും ആൻസറും എടുക്കുന്നുണ്ട്. ഓക്കെ. 2 പ്രാവശ്യം ചോദിക്കുമ്പോൾ 2 ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 1954 55 രണ്ടിലും ഒരെണ്ണം ഉണ്ടാവും. അപ്പം നമ്മൾ ഇത് ഓർക്കാൻ. മറ്റത് ഉപ്പുവെള്ളം. നമ്മുടെ കുട്ടനാട് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി നിർമ്മിച്ച തടയണമാണ് തണ്ണീർമുക്കം ബണ്ട്. 1975 നിർമ്മിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇത് ഓർക്കാൻ, ഇത് മറക്കാതിരിക്കാൻ വേണ്ടി ഒരു ഐഡിയ. ഈ വെള്ളപ്പൊക്കം കൂടുതൽ കയറുന്നത് എവിടെയാണ്? തോട്ടപ്രദേശങ്ങളിൽ. നമ്മളെ ഇവിടെയൊക്കെ തോട്ടം പ്രദേശങ്ങളാണ് കൂടുതൽ വെള്ളപ്പൊക്കം നടക്കുന്നത്. അങ്ങനെ ചിന്തിക്കണം. അപ്പൊ പെട്ടെന്ന് കിട്ടും. വെള്ളപ്പൊക്കം നടക്കുന്നത്, വെള്ളപ്പൊക്കത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കാൻ തടയണ തോട്ടപ്പള്ളി സ്പിൽവേ. മറ്റേത് ഉപ്പുവെള്ളം കയറുന്നത് തണ്ണീർമുക്കം ബണ്ട്. ഓക്കെ. 1975. നെക്സ്റ്റ് ചോദ്യം പോകാം. മൂന്നാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി. പൊന്മുടി, ആനമുടി, വേളിമല, അഗസ്ത്യാമല.
കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടിയാണ് ഏതാ? പൊന്മുടി, ആനമുടി, വേളിമല, അഗസ്ത്യാമല. ആൻസർ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള, നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഏറ്റവും തെക്കേ അറ്റത്ത് എവിടെ? ഈ ഭാഗത്ത് ഏറ്റവും തെക്കേ അറ്റത്തുള്ള കേരളത്തിലെ കൊടുമുടി ഏതാ? അഗസ്ത്യാമലയാണ്. അഗസ്ത്യാമല. ഇത് PYQ ആണ് കേട്ടോ. PYQ PSC ചോദിച്ച ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി അഗസ്ത്യാമല. അപ്പോൾ ഈ പൊന്മുടി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൊന്മുടി ഡാം പറയാമോ? പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് പൊന്മുടി ഡാം. അതുപോലെ തന്നെ പൊന്മുടി മല സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരമാണ് കേട്ടാ. പൊന്മുടി മല സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വേളിമല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. വേളിമല. ആനമുടിയും ഇടുക്കി ജില്ലയിൽ. ഇതിന് ആൻസർ അഗസ്ത്യമല. നെക്സ്റ്റ് ചോദ്യത്തിൽ പോകാം. ഈ ചുരങ്ങൾ ഈ ചുരം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഏതാണ് ഈ ചുരം? ഏതാണ് പറയാൻ പറ്റുമോ? ഏത് ചുരമാണ്? കണ്ണും വായോ ഇടയില് നമ്മുടെ ഈ മൂക്കിന്റെ പാലം പാൽച്ചുരമാണ്. എവിടെയാണ്? ഇത് ഓർക്കാനുള്ള ഒരു ഇതാണ്. ചുരങ്ങളില് ഈ കണ്ണൂരും പിന്നെ കണ്ണൂരും വയനാടും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽച്ചുരം. മൂക്കിന്റെ പാലം. കണ്ണ് വായ പാൽച്ചുരം. ഇത് പാൽച്ചുരമാണ്. നെക്സ്റ്റ് ഇത് ഏത് ചുരമാണ്? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഭാഗത്ത് സഞ്ചരിച്ച അവരാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഏതാണ്? ഏത് ചുരമാണ് ഇത്? ഏതാ? ഇത് താമരശ്ശേരി ചുരമാണ്. കോഴിക്കോട് മൈസൂർ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. കോഴിക്കോട് വയനാട് ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഓക്കെ, താമരശ്ശേരി ചുരം. വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഇത് മലകളൊക്കെ കാണാറുണ്ടല്ലോ. ഇതൊരു ചുരമാണ്. ഭയങ്കര മലയൊക്കെ കാണുന്നുണ്ട്. മല കൂടുതൽ എവിടെ? കേരളത്തില് ഇടുക്കി ജില്ലയിൽ. ഇടുക്കി ടു മധുരൈ ബോഡി നായ്ക്കന്നൂർ ചുരമാണ്. എവിടെ? ബോഡി നായ്ക്കന്നൂർ ചുരമാണ്. ഇത് ഇടുക്കി തൊട്ട് മധുരയുള്ള. നെക്സ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളട്ടാ. താമരശ്ശേരി ചുരം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തോളൂ. കോഴിക്കോട് ടു മൈസൂർ. പാലക്കാട്. നമ്മുടെ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചുരമാണ് പാലക്കാട് ചുരം. ഇത് മറക്കാൻ പാടില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടുകൂടി, പക്ഷെ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അതുപോലെ തന്നെ കേരളത്തെയും തമിഴ്നാടും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതാ? പാലക്കാട് ചുരം. കേരളത്തെയും തമിഴ്നാടും ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് PSC ചോദിക്കാറുണ്ട്. മറ്റു ഓപ്ഷനുകൾ ഉണ്ടാവില്ല കേട്ടാ. ഈ ബോഡി നായ്ക്കന്നൂറും ആര്യങ്കാവൊക്കെ ഉണ്ടാവില്ല. മറ്റ് നാദുല ചുരം അതൊക്കെ കൊടുക്കും. പാലക്കാട് ചുരം ഉണ്ടാവും. കേരളത്തിൽ തമിഴ്നാടും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. പേരമ്പാടി ചുരം പേരമ്പാടി ചുരം കണ്ണൂരും കർണാടകയിലെ മടിക്കേരി ഭാഗം കൂർഗിനു ബന്ധിപ്പിക്കുന്നതാണ്. ഇത് കണ്ണൂരാണ് കേട്ടാ. പാൽച്ചുരം ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ. കണ്ണൂര് വയനാട്. കണ്ണ് വായ് ബന്ധിപ്പിക്കുന്ന ഈ നമ്മുടെ മൂക്കിലെ പാലം പാൽച്ചുരം അങ്ങനെ ഓർക്കാം. ഓക്കെ, അപ്പൊ പാൽച്ചുരമാണ്. പെരിയഘട്ട് ചുരം, മാനന്തവാടി, മൈസൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ഞാൻ ഇപ്പൊ ഒരു പടം കാണിച്ചായിരുന്നു. ബോഡി നായ്ക്കന്നൂർ ഇവിടെ ഒരു മല ഒക്കെ ഉള്ളത്. ഇടുക്കിയിൽ നിന്ന് മധുരയായിട്ട്. ആര്യങ്കാവ് ചുരമാണ്
പുനലൂർ തൊട്ട് ചെങ്കോട്ട. അപ്പൊ പുനലൂരിലെ ഒരു പ്രത്യേകത ഉണ്ട്, പറയാമോ? കേരളത്തിലെ ഒരു പുനലൂരിലെ ഒരു പ്രത്യേകത എന്താ? പുനലൂരിലെ ഒരു പ്രത്യേകതയാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം, കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമാണ് പുനലൂർ. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുനലൂരാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. നെക്സ്റ്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, പർവ്വത മണ്ണ്. ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ്? LGS 2018 ചോദിച്ച ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ്, എക്കൽ മണ്ണ്, വനമണ്ണ്, പർവ്വത മണ്ണ്. ഏതാ കേരളത്തിലെ ഏറ്റവും കൂടുതൽ? ഏതാ? അല്ല, എക്കൽ മണ്ണല്ല. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈറ്റ് ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ലാറ്ററൈറ്റ് മണ്ണ്, ചെങ്കൽ മണ്ണ്. ഓക്കെ, എക്കൽ മണ്ണ് തീരപ്രദേശത്തുള്ള മണ്ണാണ്. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് ഏതാ? തെങ്ങ് കൃഷിയും നെൽകൃഷിയും. തെങ്ങ് കൃഷിയും നെൽകൃഷിയുമാണ് എക്കൽ മണ്ണ്. ഈ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് ഈ തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമുള്ള മണ്ണ്. അത് കേരളത്തിൽ വേണ്ടത്രയുണ്ട്. ഓക്കെ, നെൽകൃഷിയും എക്കൽ മണ്ണ്. ഏറ്റവും ഫലപുഷ്ടിയായ മണ്ണാണ് എക്കൽ മണ്ണ്. അത് PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ജലാംശമുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. ഏറ്റവും ജലാംശമുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. ജലാംശമുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. ഫലപുഷ്ടിയായ മണ്ണാണ് എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഈ ലാറ്ററൈറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തില് ഇടനാടിലാണ്. എവിടെയാണ്? ഇടനാട്. എത്രയാ? 7. ഇടനാട് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഇടനാട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിൽ കിടക്കാം. നെക്സ്റ്റ് ഇതിന്റെ ആൻസർ ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ മണ്ണിനം. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. PSC ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ കൂടുതലും ഉൾപ്പെടുത്തുന്നത്. പിന്നെ SCRT നിന്ന് ചില ഫാക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതും ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിക്കാറുണ്ട്. റാങ്ക് മേക്കിംഗ് ചോദ്യമായി ഇപ്പം വരാറുണ്ട് SCRT നിന്ന്. ഇത് ഒക്കെ PYQ ഉണ്ട്, രണ്ടും മിക്സ്ഡ് ആണ് കേട്ടാ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഏതാ? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്. ഇത് വില്ലേജ് മാൻ 2006 ചോദിച്ച ചോദ്യമാണ്. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്. അതുപോലെ തന്നെ ലാറ്ററൈറ്റ് ചെങ്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ റബ്ബർ. ഇപ്പോഴാണ് റബ്ബർ, മുമ്പ് കശുവണ്ടി, കുരുമുളക്, കാപ്പി ഒക്കെ ചെയ്യുന്നതാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? 5ാമത്തെ ചോദ്യമാണ്. LGS 2017 നമ്മൾ LGS ചോദ്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കണം, പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഏതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ഓപ്ഷൻ ബി ആണ് ശരിയാണ്, കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ബ്ലാക്ക് സോയിൽ. എന്താ മറ്റൊരു പേര്? കറുത്ത മണ്ണിന് മറ്റൊരു പേരാണ് റിഗർ സോയിൽ. എന്താ? റിഗർ സോയിൽ. PSC ചോദിച്ച ചോദ്യമാണ് റിഗർ സോയിൽ. നെക്സ്റ്റ്, പരുത്തി കൃഷിക്കും നിലക്കടലിക്കും. അതുകൊണ്ടാണ് പാലക്കാട് ഭാഗത്താണ് ഈ രണ്ട് കൃഷി കൂടുതൽ ചെയ്യുന്നത്. പരുത്തി കൃഷിയും നിലക്കടലും കൂടുതൽ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇതാരെന്നറിയാമോ? ഈ വ്യക്തി ആരെന്ന് പറയാമോ? ഈ വ്യക്തി ജോൺ ജോസഫ് മർഫിയാണ്. ഇത് SCRTന്റെ ഒരു ഭാഗമാണ്. SCRTയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് മർഫി. ജോൺ ജോസഫ് മർഫിയാണ്. ഇദ്ദേഹത്തെ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. കാരണം
ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് ആദ്യമായി ആലുവയിലാണ് റബ്ബർ കൃഷി തുടങ്ങിയത്. ഇദ്ദേഹമാണ് ജോൺ ജോസഫ് മർഫി. എവിടത്തെക്കാരനാണ്? അയർലാൻഡുകാരനാണ് കേട്ടാ. അയർലാൻഡുകാരനായ ഇദ്ദേഹമാണ്. ഇത് SCRT ഫാക്ട് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ ചോദ്യം? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫി, അയർലാൻഡുകാരനാണ്. ഞാൻ ജസ്റ്റ് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു. SCRTയിലെ ജോൺ ജോസഫ് മർഫി അയർലാൻഡ് സ്വദേശിയാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ആലുവയ്ക്കടുത്തായി 1902 ആദ്യം കൃഷി ചെയ്തത്. പിന്നെ ഇദ്ദേഹത്തെ എന്താ വിളിക്കുന്നത്? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്. ഇതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ അതിനുശേഷം നമ്മുടെ കോട്ടയം ജില്ലയിൽ മുണ്ടക്കായത്തിനടുത്ത് എന്തയാറിലാണ് വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി തുടങ്ങിയത്. ആദ്യമാണ് ആലുവ 1902, പിന്നെയാണ് ഏന്തയാറിൽ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പോകാം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഈസി ചോദ്യമാണ്. നമ്മൾ ഈസി ചോദ്യം കൂടി നമ്മൾ പരിഗണിക്കണം. കാരണം ഇതാണ് നമ്മൾ തെറ്റിക്കുന്നത്. ചിലപ്പോൾ ഇത് നമ്മൾ ഇത് ഈസി ചോദ്യം നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കൊല്ലം, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ. ഏതാ? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ജില്ലയാണ് ഏതാ? ഓപ്ഷൻ ബി, പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. വലുതാണ് ഇത്, പാലക്കാട്. നെക്സ്റ്റ്, എട്ടാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല പാലക്കാട്. ഇത് LGS വേരിയസ് 2014 ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും വലിയ താലൂക്ക്, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. അപ്പം ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ, കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ. ഓക്കെ, കുന്നത്തൂർ. അപ്പം കേരളത്തില് മൊത്തം എത്ര താലൂക്കുകളുണ്ട്? കേരളത്തിൽ ഉള്ള മൊത്തം താലൂക്കുകൾ എത്രയാണ്? 77 ആണ്. കേരളത്തിലെ മൊത്തം താലൂക്കുകൾ 77 77. അതുപോലെ തന്നെ കേരളത്തില് മൊത്തം നഗരസഭകൾ മുനിസിപ്പാലിറ്റി നഗരസഭകൾ കേരളത്തിൽ എത്രയാ? 87 ആണ്. കേരളത്തിലെ മൊത്തം നഗരസഭകൾ മുനിസിപ്പാലിറ്റികൾ 87. ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഇവിടെ കേരളത്തിൽ 77 ആണ്, നഗരസഭകൾ 87. എട്ടാമത്തെ ചോദ്യം, വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത്. LGS 2018 ചോദ്യമാണ്. ഇടവപ്പാതി, വേനൽമഴ, മാംഗോ ഷവർ, തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഇടവപ്പാതി. ഈ ചോദ്യങ്ങൾ നമ്മൾ വടക്ക് കിഴക്കൻ ചോദിക്കാറുണ്ട്. മറ്റേത് ഏതാ? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ചോദിക്കാറുണ്ട്. ശരിയാണ്. ആൻസർ തുലാവർഷമാണ്. വടക്ക് കിഴക്കൻ. ഇത് ഓർക്കാൻ നമ്മളെ ഇവിടെ ഇന്ത്യ എന്ന് വിചാരിക്കുക. ഇത് നമ്മളെ കുറെ പ്രാവശ്യം ചോദിക്കാറുണ്ട് ഈ ചോദ്യം. അതുകൊണ്ട് നമ്മൾ ഇത് തെറ്റിക്കാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം അല്ലെ? അപ്പൊ നമ്മൾ ഇത് മറ്റ് ഇമ്പോർട്ടന്റ് ആയ മറ്റ് ചോദ്യങ്ങൾ, ഇതിന്റെ എപ്പോഴാണ് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ വരുന്നത്, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എപ്പോഴാണ് വരുന്നത് ചോദിക്കാറുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് തെക്ക് ഭാഗം ഇതാണല്ലോ, തെക്ക് അല്ലെ? കേരളത്തിലെ തെക്ക്, ഇന്ത്യയിലെ തെക്ക് ഭാഗം ഇതാണ്. അപ്പം ആദ്യം തുടങ്ങുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. ഇവിടെ പടിഞ്ഞാറ് ഭാഗം അല്ലേ? ഇത് പടിഞ്ഞാറ്.
പേന പിടിക്കുന്നില്ല. പടിഞ്ഞാറ്, പടിഞ്ഞാറ് ഇവിടെ തെക്ക് പടിഞ്ഞാറ് ആദ്യം, അതിനുശേഷം ഇതാണ് ഈ ഭാഗം. ഏതാ? ഇവിടെ വടക്ക്, വടക്ക് കിഴക്കൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ. ഓക്കെ, വടക്ക് കിഴക്കൻ മൺസൂൺ രണ്ടാം ഇത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ തെക്ക് വടക്കൻ മൺസൂൺ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ, എപ്പോഴാണ്, ഏത് കാല, ഈ ഏത് മാസത്തിലാണ് വരുന്നതാണ് തെക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറ് ആദ്യം തുടങ്ങുന്നത് നമ്മുടെ കേരളത്തില് ഇതാണ്. ഏതാ? തെക്ക് പടിഞ്ഞാറാണ്. ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ, ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറ്. അതുപോലെ തന്നെ ഈ വടക്ക് കിഴക്കൻ എന്ന ഈ ഇപ്പോഴാണ് ഒക്ടോബർ നവംബർ, ഒക്ടോബർ നവംബർ ആണ്. ഈ നല്ല ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്യുന്ന സമയമാണ് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം ഇവിടെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ ആണ് ഏതാ? ആദ്യത്തേത് തെക്ക് പടിഞ്ഞാറ്. നമുക്കറിയാം ജൂൺ മാസത്തിൽ തുടങ്ങുന്നതാണ്. തെക്ക് പടിഞ്ഞാറാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണ് ഈ മറ്റേത്. ഏതാ? വടക്ക് കിഴക്കൻ. അതെന്തായാലും ആ ഭാഗത്തല്ലേ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി. വടക്ക് കിഴക്കൻ ഇന്ത്യ, ഓക്കെ, ആ ഭാഗത്ത് ഇതാണ് തുടങ്ങുന്നത്. കേരളത്തിൽ ഈ തെക്ക് ഭാഗത്ത് തുടങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ. മാംഗോ ഷവർ ചോദിച്ചിട്ടുണ്ട്. അറിയോ, നമ്മുടെ മൺസൂൺ കാലം തുടങ്ങുന്നതിന് മുമ്പ് പെയ്യുന്ന മഴയാണ് മാംഗോ ഷവർ. ഈ മാങ്ങ പഴുക്കാൻ വേണ്ടി, മാങ്ങ റൈപ്പനിങ് ഓഫ് മാംഗോസ്. ഈ കൂടുതൽ കർണാടക കേരളത്തിൽ പെയ്യുന്ന മഴയാണ് മാംഗോ ഷവർ. ഏകദേശം ഏപ്രിൽ മാസത്തിലൊക്കെ പെയ്യുന്നില്ലേ നമ്മൾ ഈ മാങ്ങ ആകുന്ന ആ സമയത്ത്. അതാണ് മാംഗോ ഷവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മാംഗോ ഷവർ. പിന്നെ ഇത് ഓർക്കാം, ഇടവപ്പാതി. ഇവിടെ ഇതുണ്ടല്ലോ, പാതി. ഇവിടെ തെക്ക് പടിഞ്ഞാറ്. എങ്ങനെ ഓർത്ത് വെക്കട്ടാ? ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയും. ഓക്കെ, ഈ വടക്ക് കിഴക്കനാണ് തുലാവർഷം. ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം ഏതാണ്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം. ഇതൊക്കെ PSC കുറെ പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടാ. ഇതിന്റെ ആൻസർ തുലാവർഷം. കാലാവസ്ഥ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ഇടവപ്പാതി. കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. ഓക്കെ, തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ പേര് കാലവർഷം, ഇടവപ്പാതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ മാസമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി മാസം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. നമ്മൾ ആ ഒരു ടേബിൾ ഒന്ന് കാണാം. ടേബിൾ. കാലാവസ്ഥ. ശൈത്യകാലം ഡിസംബർ. നമ്മൾ ഇപ്പൊ നവംബർ അല്ലേ? നവംബർ അവസാനം, ഇപ്പൊ തന്നെ തുടങ്ങിയ നവംബർ അവസാനം നല്ല തണുപ്പ് നമ്മൾ അനുഭവപ്പെടും. അപ്പോൾ ശൈത്യകാലം, ഈ തണുപ്പ് കാലം എപ്പോഴാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. അതുപോലെ തന്നെ വേനൽക്കാലം. ഈ പിള്ളേർക്ക് സ്കൂളുകളിലൊക്കെ കൂടുതൽ എല്ലാവർക്കും ലീവ്. പക്ഷെ വേനൽക്കാലത്താണ് ശരിക്ക് നമുക്ക് കുട്ടികൾക്ക് ലീവ് കിട്ടുന്നത്. അത് മാർച്ച്, ഏപ്രിൽ, മെയ്. ഏറ്റവും ചൂട് കൂടിയ ആ സമയമാണ് വേനൽക്കാലം. മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, ഇത് കേരളത്തിലെ കാലാവസ്ഥ. കാലവർഷം, ഇടവപ്പാതി കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണ്. ഇപ്പൊ പറഞ്ഞോളൂ, ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. അതുപോലെ തുലാവർഷം, ഇതൊക്കെ കമ്പനി കോർപ്പറേഷൻ 2012 ചോദിച്ചതാണ്. തുലാവർഷം LGS. അതുപോലെ അതല്ലാതെ ടെക്നിക്കൽ പരീക്ഷ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടാ ഈ ചോദ്യങ്ങൾ. തുലാവർഷം LGS മലപ്പുറം 2010 ചോദിച്ച ചോദ്യമാണ്. ഒക്ടോബർ ടു നവംബർ. ഒക്ടോബർ ടു ഈ കഴിഞ്ഞു. ഇപ്പൊ നവംബർ അവസാനം കഴിയും. തുലാവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ. നെക്സ്റ്റ്, കേരളത്തിലെ വാർഷിക. ഈ ഫാക്ട് SCERT നിന്നാണ് എടുത്താണ്. എവിടെയാ? SCERT. കേരളത്തിലെ വാർഷിക മഴ എത്രയാണ്? കേരളത്തിലെ വാർഷിക മഴ 300 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 300 സെന്റിമീറ്റർ. ഈ തമിഴ്നാട് വാർഷിക മഴ അതേ ഒരു പടത്തിൽ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കാണിച്ചു തരാം. എടുത്തിട്ട് സ്ക്രീൻഷോട്ട്. ഓക്കെ, തമിഴ്നാട് വാർഷിക മഴയാണ് 95.9 സെന്റിമീറ്റർ. തമിഴ്നാട്ടിലുള്ള ആകെ നദികളാണ് 14.
14. കേരളത്തിലെ നദികൾ എത്രയാ? നമുക്ക് അറിയാവുന്ന ചോദ്യമാണ്. എത്ര? 44. 44. തമിഴ്നാട്, കേരളം, തമിഴ്നാട്ടിലെ 14. കേരളത്തിലെ കായലുകളുടെ എണ്ണം, കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. 34 കേരളത്തിലെ കായലുകളുടെ എണ്ണം. അപ്പം ഒരു ചോദ്യം, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് നേര്യമംഗലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം. നേര്യമംഗലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്ത്. എറണാകുളം. മുമ്പ് അത് ഇടുക്കി ഭാഗമായിരുന്നു, ഇപ്പോൾ അത് എറണാകുളം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം. അപ്പൊ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് കേരളത്തിലെ എവിടെയാണ്? ചിന്നാർ. എവിടെയാണ്? ചിന്നാർ. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ, ഇടുക്കി ജില്ലയാണ്. മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥമാണ് ഋതുക്കൾ. ഇത് LGS 2012 ചോദിച്ച ചോദ്യമാണ്. മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥമാണ് ഋതുക്കൾ. ഈ മൺസൂൺ എന്ന വാക്ക്, ഈ വേർഡ് ഏത് ഭാഷയിൽ നിന്ന് എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഭാഷയിൽ നിന്നാണ്? അറബി ഭാഷ. അറബി ഭാഷയിൽ നിന്ന് എടുത്തതാണ് ഈ മൺസൂൺ എന്ന വാക്ക്. മൺസൂൺ എന്ന വാക്ക് എടുത്തതാണ് അറബി ഭാഷയിൽ. ഇതിന്റെ മീനിങ് ആണ് ഋതുക്കൾ. ഓക്കെ. വെദർ. ഏറ്റവും കുറവ് ചീനാർ. നമ്മളിപ്പോ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചീനാർ ഇപ്പൊ പറഞ്ഞോളൂ. ജില്ല, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാ? തിരുവനന്തപുരമാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോടാണ്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏതാ? കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം നമ്മളിപ്പോ പറഞ്ഞോളൂ, ഒരു 2-3 സ്ലൈഡ് മുമ്പ്, പുനലൂരാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരാണ് കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂർ. കൊല്ലം ജില്ലയിലെ പുനലൂർ. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ ചിറാപുഞ്ചി മറ്റൊരു ഇതിൽ ഏതാ? ഗേറ്റ് വേ ഓഫ് വയനാട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. ലക്കിടി PYQ ആണ് കേട്ടോ, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് SCERT പാഠപുസ്തകത്തിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ഒരു ഭാഗം. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞാണ് കേരളം. ഇവിടെ വാർഷിക മഴ എത്രയാ? 300 സെന്റിമീറ്റർ. നദികൾ 44, നമുക്കറിയാവുന്ന കാര്യം. പിന്നെ ഇവിടുത്തെ ഇത് എന്തായാലും ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തമിഴ്നാട്ടിലെ ഇവിടെ 95.9 സെന്റിമീറ്റർ. എത്രയാണ്? 95.9 സെന്റിമീറ്റർ വാർഷിക മഴ. 14 നദികൾ. ഇതിൽ നിന്നൊക്കെ PSC റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് ഇടും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം, ഇതുപോലത്തെ ഈ പോയിന്റ്സ്. ഓക്കെ, ഇത് എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. കേരളത്തിലെ മണ്ണുകൾ: തമിഴ്നാട് ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. ഒമ്പതാമത്തെ ചോദ്യം, കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏതാണ്? 2018 LGS ചോദ്യമാണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏതാണ്? കൽക്കരി, മാംഗനീസ്, മോണോസൈറ്റ്, ബോക്സൈറ്റ്. ഏതാ? കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏതാ? ഓപ്ഷൻ സി ആണ്, മോണോസൈറ്റ് ആണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതുവാണ് മോണോസൈറ്റ്. ഇൽമനൈറ്റും മോണോസൈറ്റും കാണപ്പെടുന്നു. ഓക്കെ, ഈ ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബോക്സൈറ്റ് ഈ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വര ഭാഗത്തും പിന്നെ കുമ്പള ഭാഗത്താണ് ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കളിമണ്ണ്. നെക്സ്റ്റ് നമ്മൾ സ്ലൈഡ് പോകാം. ഇവിടെ മോണോസൈറ്റ് ആണ്. നെക്സ്റ്റ്, ഈ ബോക്സൈറ്റ് കൂടുതൽ കാണുന്നത് നീലേശ്വരം, കുമ്പള. കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് ഇവിടെ കുണ്ടറ. ഓക്കെ, കൊല്ലം ജില്ലയിലെ കുണ്ടറ ഭാഗത്താണ്. ഓക്കെ, കളിമണ്ണ് നിക്ഷേപം. PSC PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കേരളം സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറ. എവിടെയാണ്? കുണ്ടറ.
കുണ്ടര. കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം അടുത്തിടെ ഇന്നലെ UPSC പരീക്ഷ നടന്നല്ലോ, UPSC പരീക്ഷ. അതിൽ ചോദിച്ച ഒരു ചോദ്യം, വെളുത്തമ്പി ദളവ ജനിച്ച സ്ഥലം എവിടെയാണ് വെളുത്തമ്പി ദളവ ജനിച്ച സ്ഥലം? ഇന്നലെ ചോദിച്ച UPSC ചോദ്യമാണ്. തലക്കുളം. അതിലെ ഓപ്ഷന് കുണ്ടരുണ്ടായിരുന്നു, മണ്ണാടി ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ട്. മണ്ണാടി എന്താ? മണ്ണാടി ദളവം അവര് മരിച്ച സ്ഥലമാണ് മണ്ണാടി. ഓക്കെ. കുണ്ടര വിളംബരം നടത്തിയത് കുണ്ടര, കൊല്ലം ജില്ലയിലെ കുണ്ടരയാണ്. എന്നാണ് വിളംബരം നടത്തിയത്? 1809 ജാനുവരി 11. ജാനുവരി വെളുത്തമ്പി ദളവ 1809 ജാനുവരി 11 കുണ്ടരയിൽ വെച്ച് വിളംബരം നടത്തി. ഓക്കെ, അതുകൊണ്ടാണ് കുണ്ടര വിളംബര എന്ന് പറഞ്ഞത്. ഇന്നലെ UPSC ചോദ്യമായിരുന്നു തളക്കുളം. ഓക്കെ, ജനിച്ച സ്ഥലം വെളുത്തമ്പി ദളവ ജനിച്ച സ്ഥലമാണ് തലക്കുളം. മരിച്ച സ്ഥലം, മരണപ്പെട്ട സ്ഥലമാണ് എവിടെയാ? മണ്ണാടി. ഓക്കെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം വാളയാർ. പാലക്കാട് ജില്ലയിലെ വാളയാർ സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം. അതുകൊണ്ടാണ് ഈ മലബാർ സിമെന്റ്സ് ലിമിറ്റഡ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മലബാർ സിമെന്റ്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ.